വെൽക്കം ടു ഫാബ് വേൾഡ്. ഇന്ന് നമുക്ക് ആദ്യത്തെ നോമ്പാണ്. നമുക്കിന്ന് നോമ്പ് തുറക്കുന്നത് പ്രമാണിച്ച് ഇന്നൊരു സ്പെഷ്യൽ പൊരിച്ച പത്തിരി നമുക്കുണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ റെസിപ്പി നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വേണ്ടത്, ആദ്യം തന്നെ ഞാൻ അധികം ക്വാണ്ടിറ്റിയിലൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ 1 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. 1/2 ഗ്ലാസ് പൊടിയാണ് നമ്മൾ എടുക്കാൻ പോണത്. ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട്. നമ്മുടെ പൊരിച്ച പത്തിരിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പും ആവശ്യത്തിന് വേണ്ട എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് പൊടിയൊന്ന് വാട്ടിയെടുക്കണം. നമ്മൾ പത്തിരി ഉണ്ടാക്കില്ലേ, അതുപോലെ തന്നെ ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ 1 ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത്. 1/2 ഗ്ലാസ് പൊടിയുമാണ് എടുത്തേക്കുന്നത്. നമുക്ക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഒറോട്ടിക്ക് വാട്ടിയെടുക്കണ മാതിരി ഇതൊന്ന് വാട്ടിയെടുക്കണം. പൊടിയൊന്ന് വാടിക്കിട്ടണം. നല്ല പൊടിയൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇതിപ്പോൾ ആയിട്ടുണ്ട്. നമുക്കിത് തീ ഓഫ് ചെയ്ത് ഇതൊന്ന് ജസ്റ്റ് ഇരുന്നൊന്ന് വേവട്ടെ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് എങ്ങനെയാണ് നമ്മൾ പൊരിച്ച പത്തിരി ഉണ്ടാക്കണതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ കടയിൽ നിന്നും ബേക്കറിയിൽ നിന്നൊക്കെ മേടിച്ചല്ലേ പൊരിച്ച പത്തിരി കഴിക്കണം. നമുക്കിനി വീട്ടിൽ എങ്ങനെയാണ് ഈ പൊരിച്ച പത്തിരി ഉണ്ടാക്കണതെന്നാണ് ഇന്ന് കാണിക്കാൻ പോണത്. അപ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫാക്കാം. ഓഫാക്കിയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രം വെച്ച് മൂടി വെക്കാം. അതൊന്നും കൂടി ഒന്ന് വെന്ത് വന്നോട്ടെ. ആ ടൈം കൊണ്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ശരിയാക്കി എടുക്കാം കേട്ടോ. പത്തിരി ഉണ്ടാക്കാൻ വേറെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് കുറച്ച് ചെറിയുള്ളി വേണം, വെളുത്തുള്ളി വേണം, ചെറിയ ജീരകം വേണം, തേങ്ങ വേണം. നമുക്ക് അപ്പോൾ ഇത് 4ഉം കൂടി ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോഴത്തേക്ക് നമ്മുടെ മാവ് ഒന്ന് ചൂടാറിക്കോളൂ കേട്ടോ. ഞാൻ നമ്മുടെ തേങ്ങയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും ജീരകവും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മാവിന് ചെറിയ ചൂടുണ്ട്. നമുക്കതിലേക്ക് ഈ മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. എള്ളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പത്തിരിയിൽ എള്ള് കാണാറില്ലേ, കുറച്ച് എള്ളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ല സ്മൂത്തായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് സ്മൂത്തായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കുഴച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 2 സ്പൂണോളം മൈദയും കൂടെ ചേർക്കണം കേട്ടോ. മൈദ ചേർക്കണം, റവ കൂടി ചേർക്കണം കേട്ടോ. ഒരു ക്രിസ്പിനെസ് ഫീലിംഗ് കിട്ടാൻ കേട്ടോ നമ്മുടെ പത്തിരിക്ക്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് മൈദയും കുറച്ച് റവയും കൂടെ ചേർത്ത് ഇനി നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. നല്ല കറക്റ്റ് പരുവത്തിലായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് ഷേപ്പ് ചെയ്തെടുക്കണം പരത്തിയിട്ട്. നമ്മുടെ പത്തിരി പരത്തിയെടുക്കാൻ വേണ്ടി ആദ്യം കുറച്ച് മൈദ ഡസ്റ്റ് ചെയ്യാം കേട്ടോ. മൈദ ഡസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പരത്തിയെടുക്കാം. നമുക്കിത് അത്യാവശ്യം കട്ടിക്ക് തന്നെയാണ് നമ്മുടെ ഈ സാധനം ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് തന്നെ പരത്തിയാൽ മതി. ഒന്ന് പരത്തിയിട്ട് നമുക്ക് കട്ടർ വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഏത് ഷേപ്പിൽ വേണമെങ്കിലും, കൊച്ചിന് സ്റ്റാർ ഷേപ്പൊക്കെ വേണമെന്ന് പറയുന്നുണ്ട്. നമുക്കിപ്പോൾ ഏതൊക്കെ ഷേപ്പിൽ പറ്റുമോ ആ ഷേപ്പിലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് നമുക്ക് പത്തിരി ആക്കാം കേട്ടോ. കട്ട് ചെയ്യാൻ പോകുന്നത് അവനെക്കൊണ്ട് കട്ട് ചെയ്യിക്കാൻ പോവുകയാണ്. അതൊക്കെ കട്ട് ചെയ്തോളൂ. മതി. ഓക്കെ, എണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അയാൻ സ്റ്റാർ ഷേപ്പിൽ കട്ട് ചെയ്യാൻ പോവുകയാണ്. ഷേപ്പിലാണ് അയാൻ കട്ട് ചെയ്യുന്നത്. അത് നമുക്ക് എടുക്കാം കേട്ടോ. സ്റ്റാർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തു. ഇത് വേറൊരു ഷേപ്പിലാണ്, ഫ്ലവർ ഷേപ്പിൽ. ഓക്കെ, ഫ്ലവർ ഷേപ്പും റെഡി ആയിട്ടുണ്ട്. സർക്കിൾ ഷേപ്പും കൂടെ അയാനാക്കാൻ പോവാണ്. ഡൺ. ഓക്കെ, സർക്കിൾ ഷേപ്പ് ആക്കിയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് നോമ്പ് പിടിച്ചേക്കാണ്. എന്നാലും കളിക്കാൻ പോണ ആൾക്ക് പുറത്ത് പോയേക്കാണ്.
നമുക്ക് ഇനി ബാക്കി ഇത് ഒന്നും കൂടെ ഒന്ന് റൗണ്ടാക്കി എടുത്തിട്ട് ഒന്നും കൂടെ കട്ട് ചെയ്യാം. നമുക്ക് മാവൊന്നും വേസ്റ്റ് ആവുന്നില്ല കേട്ടോ. നമ്മൾ പത്തിരി കൂടുതലും റൗണ്ട് ഷേപ്പിൽ കണ്ടേക്കണതാണ് റൗണ്ടിൽ തന്നെ കട്ട് ചെയ്യാം കേട്ടോ. കൊച്ചിൻ്റെ ഇതൊക്കെ മാറി, അവന് ഷേപ്പൊക്കെ മാറ്റിയിട്ട് അവൻ കളിക്കാൻ പോയി. ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം ഇനി ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് പാത്രം ചൂടാൻ വെച്ചേക്കാണ്. ഞാനിവിടെ ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം. ഒരു നാടൻ ടേസ്റ്റൊക്കെ കിട്ടിക്കോളും. ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോ പൊരിച്ച പത്തിരിയും ഇതിലേക്ക് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇടാം. ഇത് മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ ഇടാൻ. ഒന്ന് മൊരിഞ്ഞ് വരട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ചെറുതായിട്ട് ഇതുപോലെ പൊങ്ങി വരും. അപ്പോഴത്തേക്ക് നമുക്കത് പതുക്കെ മറിച്ചിടാറായെന്ന് നമുക്ക് മനസ്സിലാവും. ചെറുതായിട്ടിങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് മറിച്ചിടാറായെന്നാണ് അതിൻ്റെ ഇത്. നമുക്കത് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതും ഒരു ഇങ്ങനെ ഇതുപോലത്തെ ബ്രൗൺ കളർ ആവണ വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇത് അത്യാവശ്യം ആവാറായിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. കണ്ടോ, ഇതായിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. സ്ട്രെയിനറിലേക്ക് ഇടാം. എൻ്റെ കട്ടറിന് കുറച്ച് ഇത് കുറവായിരുന്നു. കാരണം കുറച്ചും കൂടെ റൗണ്ട് വേണമെങ്കിൽ ആകാമായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ സ്റ്റാർ ഷേപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. സ്റ്റാർ ഷേപ്പും ഒരു ഫ്ലവർ ഷേപ്പും കൂടി ഇടാതെ. റൗണ്ട് ഷേപ്പിനും കൂടെ സ്ഥലമുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. പൊരിച്ച പത്തിരി ഇവിടെ റെഡിയായിരിക്കുകയാണ്. പല ഷേപ്പിലും സൈസിലുമാണ്. നമുക്കിവിടെ പൂവിൻ്റെ ഷേപ്പും സ്റ്റാറിൻ്റെ ഷേപ്പും റൗണ്ട് ഷേപ്പിലൊക്കെ ഉണ്ട് പത്തിരി. അപ്പോൾ ഇത് മോൻ്റെ ഇത് കാരണമാണ് ഇങ്ങനെ ആയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ നോമ്പിന് ഈ പൊരിച്ച പത്തിരി ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.